ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് പച്ചക്കപ്പ വെച്ചിട്ടാണ് നമ്മൾ ഈ പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ പുട്ട് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പോന്നിട്ടുള്ള ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കപ്പ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇതിൽ നിന്ന് ഞാനൊരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കപ്പ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പോകുന്ന പീസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കപ്പ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു ഇതിമേ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പച്ച കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവിക്കൊന്നും ചെയ്തിട്ടില്ല, ഉണക്കമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ കപ്പയുടെ കഷ്ണം മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കപ്പ മുഴുവനായിട്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ ഇതുപോലെ നമുക്ക് അങ്ങ് പിഴിഞ്ഞെടുക്കാം. കാരണം ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് പിഴിഞ്ഞെടുക്കാം നമ്മുടെ കപ്പ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പിഴിഞ്ഞെടുക്കാൻ ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു തുണിയിൽ എന്തെങ്കിലും കെട്ടിയിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. പക്ഷേ കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുത്താൽ തന്നെ നല്ലതുപോലെ തന്നെ ആ വെള്ളമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ എത്രയും വെള്ളം നമുക്ക് ആ കപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പുട്ടിലേക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് മാത്രമേ ആ പുട്ടിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ആ പിഴിഞ്ഞെടുത്തിട്ടുള്ളതൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് ഉടച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാ പുട്ടിന് കുതിർത്തിയെടുക്കുന്നത് പോലെ തന്നെ അങ്ങ് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കപ്പയിൽ തന്നെ അതിൻ്റെ നനവുണ്ടാവും. ഇനി നിങ്ങൾക്കിത് നനവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ സാധാ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുതിർത്തിയെടുക്കുന്നത് പോലെ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് ഇതാക്കി കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ കപ്പയിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടോ ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തോളൂ. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് നമ്മുടെ അരിപ്പൊടിയും കപ്പയും കൂടെ ഇതുപോലെ അങ്ങ് കുതിർത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാം ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചിരവി എടുത്തതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ട് റെഡിയാക്കുന്ന പുട്ടിൻ്റെ അച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആകെ പണി പാളിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കപ്പയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പുട്ടിൻ്റെ മിക്സും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാ പുട്ട് റെഡിയാക്കുന്നത് പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കപ്പയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പുട്ട് കുറ്റി അങ്ങ് നിറച്ചെടുക്കാം. അതുപോലെ നമുക്കങ്ങ് തേങ്ങയും നമ്മുടെ കപ്പയും അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള മിക്സും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം.
നമ്മുടെ പുട്ടുകുറ്റിയിലൊക്കെ നമ്മൾ പുട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതങ്ങ് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന പുട്ടുകുറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, വിസിൽ ഊരിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വാഴയില വെച്ചിട്ട് നമ്മുടെ പുട്ടൊക്കെ ആവി കയറി വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു വാഴയില വെച്ചിട്ട്, വാഴയില വെക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പുട്ടങ്ങ് ഇതുപോലെ അങ്ങ് നമ്മുടെ പുട്ടും കുറ്റിയിൽ നിന്ന് നമുക്ക് അങ്ങ് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് കറി ഇല്ലാതെയും കറിയോട് കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പച്ച കപ്പ വെച്ചിട്ടും നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടിന് റെഡിയാക്കി എടുക്കുക. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.